ഗൈസ്, ഇന്ത്യയുടെ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ച് എന്ന നിലയിലേക്ക് ഏതാണ്ട് 291 ആപ്ലിക്കൻസ് വന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ. അതിനകത്തുള്ള നെയിംസിനെ പറ്റിയും സംസാരിച്ചു. എന്നാൽ അതിനകത്ത് ഇപ്പം ഒരു ഹൈ പ്രൊഫൈൽ, അതായത് വേൾഡ് കപ്പിൽ പോലും പരിശീലിപ്പിച്ചിട്ടുള്ള ചില കോച്ചസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു 3 നെയിംസാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ഇതിൽ ആര് വന്നാൽ നന്നാകും, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും പിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഫ്രൈഡ് സ്കാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ പരിശീലകനാണ്. അദ്ദേഹം ഒരു വലിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളൊരു പരിശീലകനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വലിയൊരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ആസ് എ കോച്ച് എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു മാനേജീരിയൽ കരിയർ നോക്കുമ്പോഴും ഒരു വലിയ കരിയർ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിലിപ്പം കാമറൂൺ, തായ്ലൻഡ്, ജമൈക്ക പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കാമറൂണെ ഇദ്ദേഹം വേൾഡ് കപ്പിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് 2002. അതുപോലെ കാമറൂണെ ആഫ്കോൺ വിജയിക്കുന്നതിൽ അതേ കാലഘട്ടത്തിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ 2003 കോൺഫെഡറേഷൻ കപ്പിൽ കാമറൂണോടൊപ്പം അദ്ദേഹം ഫൈനൽസ് വരെ എത്തിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രൊഫൈൽ അദ്ദേഹത്തിനുണ്ട്. പിന്നെ ജർമ്മനിയിലെ വിവിധ ക്ലബ്ബുകൾ, ഷുഗർട്ടൊക്കെ അടക്കമുള്ള ക്ലബ്ബുകളുടെയൊക്കെ പരിശീലകനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പലയിടത്ത് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചിങ് കരിയർ ഉണ്ട്. അതുകൊണ്ട് 42 വർഷത്തെ ഒരു കോച്ചിങ് കരിയർ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് നിലവിൽ 74 വയസ്സായി കഴിഞ്ഞു. പറഞ്ഞൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു പരിശീലനാണ്. ഞാനിപ്പം അങ്കിൾ പാർക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഞാൻ കാണാനിടയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏജ് അല്ല, അത് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഉറപ്പായിട്ടും, കാരണം എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ ഞാൻ ആ പാർക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം പറയാനുള്ള റീസൺ, സൗത്ത് കൊറിയൻ ആയിട്ടുള്ള ആളുകളിൽ പോലും അവരുടെ ഇടയിലുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പം അദ്ദേഹം കുറച്ചും കൂടി ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതികൾ ഓൾഡാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം പരിഗണിച്ചുകൊണ്ടാണ് പാർക്കിൻ്റെ വിഷയത്തിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. അപ്പം മോഡേൺ ഡേ ഫുട്ബോളാണല്ലോ, പല കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ടായി. ഇപ്പം പണ്ട് കാലത്ത് മികച്ച കോച്ചസായിട്ട് നിന്നവർ പിൽക്കാലത്തേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ പല കാര്യങ്ങളിലും പാളിപ്പോകുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ആർക്കാണെങ്കിലും ഒരു നല്ല കാലം ഉണ്ടാകും, അതിനുശേഷം അവരുടെ കരിയറിൽ ഒരു പ്ലെയർ മാത്രമല്ല കോച്ചസിൻ്റെ കാര്യത്തിലും ഒരു ഡിപ്പ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഏജിൻ്റെ കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവരിപ്പോൾ ഒരു 74 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു കോച്ചാണെങ്കിൽ അവർ കരിയറിൽ മിക്കവാറും എല്ലാം സക്സസ്ഫുൾ ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒരു കരിയർ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അവരിപ്പം ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തേക്ക് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ഫുട്ബോളിൽ നേടാനുണ്ട്. അപ്പോൾ അവർ ആ ഒരു കാര്യത്തിൽ എത്രത്തോളം മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നുള്ളത് നോക്കണം. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു അംബീഷ്യസ് ആയിട്ടുള്ള കോച്ച് വരിക, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ അറിയുന്നൊരു കോച്ച് വരിക എന്നുള്ള കാര്യം പറയാൻ ഉള്ളൊരു റീസണും ഇത് തന്നെയാണ്. കാരണം അവർക്ക് കരിയറിൽ എന്തെങ്കിലും അവരുടെ കരിയറിലും രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു മോട്ടീവ് അവർക്കുണ്ടാകും. അപ്പം ആ നിലയിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരിക്കലും അവരുടെ എക്സ്പീരിയൻസിനെ ഒന്ന് വിസ്മരിക്കുകയല്ല, അത് ഉറപ്പായിട്ടും ആവശ്യമാണ്. ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസും ഇതെല്ലാം ഉറപ്പായിട്ടും ആവശ്യം തന്നെയാണ്. നെക്സ്റ്റ് കോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പി ട്രൗസിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് കോച്ചാണ്. ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ തന്നെ എനിക്ക് ഡൗട്ടുണ്ട്, തെറ്റാണ് ക്ഷമിക്കുക. ഇദ്ദേഹത്തിന് ഒരു നല്ല ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. കാരണം മൊറോക്കോ, ഐവറി കോസ്റ്റ്, നൈജീരിയ, ബുർക്കിനോ ഫാസോ, സൗത്ത് കൊറിയ, ജപ്പാൻ, ഖത്തർ, വിയറ്റ്നാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു വലിയൊരു കരിയർ തന്നെ അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തെ പറയുമ്പോഴും 69 വയസ്സായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ. അദ്ദേഹം ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ഒളിമ്പിക് മാസ്റ്ററുടെയൊക്കെ പരിശീലകനായിരുന്നു. പിന്നെ 2000 അദ്ദേഹം ജപ്പാൻ ടീമിനെ AFC ഏഷ്യൻ കപ്പ് വിജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ 2002 ജപ്പാനെ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 കടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഐ തിങ്ക് അന്നാണ് അവർ ആദ്യമായിട്ട് റൗണ്ട് ഓഫ് 16 കടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം AFC കോച്ച് ഓഫ് ദി ഇയർ ഒക്കെ ഈ പറഞ്ഞ പോലെ 20 വർഷങ്ങൾക്ക് മുമ്പായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. വർക്ക് ചെയ്തതിന് ശേഷം വരുന്നത് വിയറ്റ്നാമിലാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിയറ്റ്നാം പോസ്റ്റിലാണ്. പക്ഷേ അവിടെ അത്ര സക്സസ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു, അങ്കിൾ പാർക്കിൻ്റെ പകരക്കാരനായിട്ട് വരുന്നത് ഇദ്ദേഹമാണ്. അത് കഴിഞ്ഞ് അങ്കിൾ പാർക്കിന് ശേഷം വിയറ്റ്നാം ഒരു നല്ല രൂപത്തിലായിരുന്നില്ല എന്നുള്ളത്. 14 മാച്ച് അദ്ദേഹത്തിന് അണ്ടറിൽ കളിച്ചതിൽ 4 മത്സരം മാത്രമാണ് വിജയിച്ചത്, 10 മത്സരം തോറ്റു. ഇതിൽ AFC ഏഷ്യൻ കപ്പിൽ ഇദ്ദേഹത്തിൻ്റെ അണ്ടറിൽ എലിമിനേറ്റ് ആയി. അതുപോലെ തന്നെ ഇപ്പം വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാമല്ലോ, അവർ എലിമിനേറ്റ് ആകുന്നൊരു സാഹചര്യമൊക്കെയാണുള്ളത്. അപ്പം ആ ഒരു നിലയിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് മിഗ്വൽ ഹെരേര എന്ന് പറയുന്ന മെക്സിക്കൻ കോച്ചാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് മെക്സിക്കോക്കൊപ്പം 2014 അന്ന് അവരെ റൗണ്ട് ഓഫ് 16 കടത്താനായിട്ട് സഹായിച്ചിരുന്നു. നെതർലൻഡ്സിനോട് തോറ്റാണ് അന്ന് അവർ പുറത്തായ റൗണ്ട് ഓഫ് 16. അതൊരു കോൺട്രവേഴ്ഷ്യൽ മാച്ച് കൂടിയായിരുന്നു. പിന്നെ 2015 കോൺകാഫ് ഗോൾഡ് കപ്പിൽ അവരെ മെക്സിക്കോയെ ചാമ്പ്യൻസ് ആക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നോക്കി കഴിഞ്ഞാൽ മെക്സിക്കൻ ക്ലബ്സിലൊക്കെയാണ് വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 2 വർഷമാണ് മെക്സിക്കൻ നാഷണൽ ടീമിൻ്റെ പരിശീലകനായിട്ട് അദ്ദേഹം ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മെക്സിക്കോയ്ക്ക് പുറത്ത് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ താരതമ്യേന മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഏജ് 56 വയസ്സൊക്കെ ഉള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഇന്ത്യൻ പ്ലെയേഴ്സിനെ മനസ്സിലാക്കി അവരെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടർ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് എപ്പോഴും ഊന്നി പറയാനായിട്ട് ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പം
ഇപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും ഇദ്ദേഹത്തിന് മെക്സിക്കോയ്ക്ക് പുറത്തൊരു എക്സ്പീരിയൻസില്ല, എങ്ങനെയാണ് പ്ലേയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഏഷ്യൻ എക്സ്പീരിയൻസിൽ ആകെ മെക്സിക്കോയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കോച്ചിനെ ഇനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പം ടെക്നിക്കൽ കമ്മിറ്റിയോ ടെക്നിക്കൽ ഡയറക്ടറോ AFFൻ്റെ ബോർഡോ ഒക്കെ ആണെങ്കിലും പല ആസ്പെക്റ്റിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന പോലെ ഒരു വലിയ ജോബ് തന്നെയാണ്. അതിപ്പം ഞാനൊക്കെ ഈ പറയുന്നതിന് അപ്പുറത്തുള്ളൊരു ജോബാണ്. അത് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. കാരണം ഏഷ്യയിലൊരു എക്സ്പീരിയൻസ്, ഏഷ്യൻ ഫുട്ബോൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ മനസ്സിലാക്കുക, അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ഇതാണ്. വളരെ പല ആസ്പെക്റ്റുകളും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സും അല്ലെങ്കിൽ അതെല്ലാം പരിഗണിച്ച് അതിലെല്ലാം കൃത്യമായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം ഈ 291 നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് ഒരു കോച്ചിനെ ചൂസ് ചെയ്യാനും എന്നുള്ളതാണ്. കഴിഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈഗോർ സ്റ്റിമാച്ചിൻ്റെ ഒരു കാര്യത്തിൽ അദ്ദേഹം ഉറപ്പായിട്ടും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഈഗോർ സ്റ്റിമാച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി എടുത്തതിൽ തീരുമാനം ആരാണ്? AFF ടെക്നിക്കൽ കമ്മിറ്റിയൊക്കെ അടക്കമുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പം അവർ ഇനിയെങ്കിലും ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ ഡിസിഷൻ എടുക്കാൻ വയ്യെങ്കിൽ അങ്ങനെ അറിയുന്നവർക്ക് ആ ഒരു ഉത്തരവാദിത്വം കൊടുക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പം ഈ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ 3 നെയിംസും പറയുമ്പോൾ ഹൈ പ്രൊഫൈൽ ബിഗ് നെയിംസ് ഒക്കെയാണ്. പക്ഷേ ഇവർ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്ത് ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്ലേയേഴ്സ് എന്ന് പറയുന്ന ആ റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കുന്നു, അതിൽ ഔട്ട്കം എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാണ്ട് നമ്മളൊരിക്കലും ബിഗ് നെയിംസ് കണ്ട് നമ്മുടെ കണ്ണ് മഞ്ഞളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പം അങ്ങനത്തെ ഒരു പ്രൊഫൈൽ കൊണ്ടുവന്ന് ഈസിലി കൈയൊഴിയാൻ പറ്റും ഫെഡറേഷനും അല്ലെങ്കിൽ ടെക്നിക്കൽ കമ്മിറ്റിക്കും. അതല്ല വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. കാണുക സനിയ.